നമസ്കാരം. കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കെട്ടുകഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പഴയ ആളുകളുടെ, അതായത് പൂർവികരുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ചുള്ളതാണ് എന്നതാണ് ഉത്തരം. പഴയ തലമുറയൊക്കെ 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരുന്നതായും 100 വയസ്സിലും ചുറുചുറുക്കോടെ ഓടിച്ചാടി നടന്നു എന്നൊക്കെ തള്ളാത്ത മലയാളികൾ വളരെ വിരളമായിരിക്കും. പലരും കൂടുതൽ കാലം ജീവിച്ചിരുന്നു എന്നൊന്നുമല്ല, എല്ലാ മലയാളികളും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് തള്ളലുകൾ. നാടോടി കഥകൾ, പരമ്പരാഗത ഗാനങ്ങൾ, തലമുറകളിലൂടെയുള്ള അങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്ന കഥകൾ എന്നിവയിലൂടെയൊക്കെ ഈ മിത്ത് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം യുഗത്തിൽ എത്തി നിൽക്കുന്ന പുതിയ തലമുറ റീൽസുകളിലൂടെയും ഈ തള്ളലുകൾ തുടരുകയാണ്. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പരിശോധിക്കാം. സമ്പൽ സമൃദ്ധമായ ഒരു മാവേലിക്കാലം ഉണ്ടായിരുന്നു എന്നതിന് അനുബന്ധിച്ചുള്ള ഒരു വിശ്വാസം മാത്രമാണിത്. ഈ കേരളീയരുടെ പൂർവികർക്ക് ശ്രദ്ധേയമായ ദീർഘായുസ് ഉണ്ടായിരുന്നു എന്നും അത് ഈ പുതിയ കാലത്തേക്കാൾ മികച്ചത് പഴയ കാലഘട്ടമാണ് എന്നൊക്കെ വാദിക്കുന്ന പിന്തിരിപ്പനായ ആളുകളൊക്കെ എന്തോ വലിയ വസ്തുത പോലെയാണ് ഇക്കാര്യം പറയാറുള്ളത്. ഇതിന് ചരിത്രപരവും ശാസ്ത്രീയവുമായ യാതൊരു വസ്തുതയുടെയും പിൻബലം ഇല്ലെന്ന് മാത്രമല്ല, നമുക്ക് മുന്നിലുള്ള തെളിവുകൾ നേരെ തിരിച്ചാണ് താനും. ഈ പറയുന്ന പുരാതന കാലത്ത്, അതായത് ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളുടെ അഭാവവും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള പരിമിതമായ അറിവുകളും ഒപ്പം വസൂരിയും പ്ലേഗും പോലെയുള്ള പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആളുകൾ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് സാമാന്യ യുക്തി ഉപയോഗിച്ച് സ്വയം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പുരാതന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും സമ്പന്നരും അതോടൊപ്പം തന്നെ അക്കാലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. ചരിത്രരേഖകളെല്ലാം ലഭ്യമായതിനാൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ കഴിയും. എന്തായാലും ഓരോ രാജാക്കന്മാരും എത്ര കാലം ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചു നോക്കുക. ഇതോടൊപ്പം പഴയ ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ കണക്കുകളും, അതായത് ശരാശരി ആയുർദൈർഘ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. അതുകൂടി സ്വയം പരിശോധിച്ചു നോക്കുക. കൃത്യമായ തെളിവുകളോടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പലരും പറയുക തന്റെ ഒരപ്പൂപ്പൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു, ഒരമ്മൂമ്മ 105 വയസ്സിലും മുറ്റമടിച്ചിരുന്നു എന്നൊക്കെയാവും. തീർച്ചയായും വളരെ ചെറിയ ശതമാനം ആളുകൾ കുറച്ചധികം കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്. പൊതുവെ ആയുർദൈർഘ്യം കുറവുള്ള കാലമായതിനാൽ തന്നെ കുടുംബത്തിനകത്തും ആ ദേശത്തിനകത്തും ഇങ്ങനെ ദീർഘകാലം ജീവിച്ചിരുന്നവരുടെ കഥകൾ ഒരു ഹീറോ പരിവേഷത്തോടെ അവതരിപ്പിക്കപ്പെടുകയും അടുത്ത തലമുറയിലേക്ക് പോലും അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ 80 വയസ്സിൽ മരിച്ച അപ്പൂപ്പനൊക്കെ 100 വയസ്സ് കടന്നതായൊക്കെ കഥകൾ രചിക്കപ്പെടുകയും ചെയ്തു. 100 പേരിൽ ദീർഘകാലം ജീവിച്ച ഒരാളുടെ കഥകൾ എല്ലാ കാലത്തേക്കുമായി പറയപ്പെടുകയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ ബാക്കിയുള്ള 99 പേരെ മറവിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇപ്പോഴും കുടുംബ സംഗമങ്ങളിലൊക്കെയുള്ള പ്രധാന കലാപരിപാടി 70 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ ആദരിക്കുന്നതാണ്. ഈ പരിപാടിയൊക്കെ ഉണ്ടായത് ഇത്തരം യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമാണ്. കേരളത്തിൽ ഇന്നും ഏറെ പ്രചാരമുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദമാണ് പൂർവികരുടെ ഈ ദീർഘായുസ്സിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാന സംഗതി. ഏറെ പരിമിതികളുള്ളതും ഗൗരവകരമായ രോഗങ്ങൾക്ക് യാതൊരു പ്രതിവിധിയുമില്ലാത്തതുമായ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് തന്നെ ഇത്തരം ചികിത്സാ രീതികളുടെ പരിമിതി നമ്മൾ നേരിൽ കണ്ടതാണ്. പണ്ട് പ്ലേഗും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോഴും ആയുർവേദമൊക്കെ രോഗികളെ മരിക്കാൻ വിട്ട് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് അനുബന്ധമായിട്ടുള്ള മറ്റൊരു വാദമാണ് പണ്ട് ഇന്നത്തേതുപോലെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നത്. ആശുപത്രികൾ, വിശേഷിച്ച് ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്ററുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ വിമർശനം. പണ്ടും ആളുകൾക്ക് ക്യാൻസർ ഒക്കെ വരാറുണ്ടായിരുന്നു. അന്ന് രോഗനിർണയം നടത്താനൊന്നും സാധ്യമായിരുന്നില്ല.
എല്ലാം പിത്തവും കഫവും വാദവും ഒക്കെയായി ആണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അക്കാലത്ത് ആരും ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്നൊന്നും കേൾക്കാതിരുന്നത്. ക്യാൻസർ പോയിട്ട് ഹൃദ്രോഗമോ ഒരു അപ്പൻഡിസൈറ്റിസോ ആരെയും ബാധിച്ചിരുന്നതായി കേൾക്കാതിരുന്നത് അന്ന് അതൊന്നും കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. മിക്ക തറവാടുകളിലും മുജ്ജന്മപാപം കൊണ്ട് കടുത്ത വേദന ദീർഘനാൾ സഹിച്ചു മരിച്ച ഒരു കാരണവരുടെ കഥയെങ്കിലും കാണും. വല്ല ക്യാൻസറും ബാധിച്ചാവും ഇത്തരം മരണങ്ങൾ നടന്നിട്ടുണ്ടാവുക. അന്ന് അതൊന്നും കണ്ടെത്താൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. പൂർവികരുടെ ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു മിത്താണ് പൂർവികരുടെ മഹത്തായ ജീവിതശൈലി. നല്ല ഭക്ഷണം, ഭക്ഷണക്രമം, പ്രകൃതിയുമായി ഇഴുകിയുള്ള ജീവിതം എന്നിവയെക്കുറിച്ചുള്ള മഹത്തായ തള്ളലുകൾ ഉൾപ്പെട്ട ഒരു പാക്കേജാണത്. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ പഴയ കാലത്തെ ജീവിതശൈലി മികച്ചതായിരുന്നു എന്നൊക്കെ തള്ളുന്നത് പരമാബദ്ധമാണ്. സീസണലായും മറ്റുമുള്ള ഭക്ഷണ ദൗർലഭ്യം തന്നെ അക്കാലത്ത് വലിയ ആരോഗ്യ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു. കർക്കിടക പഞ്ഞമാസം പോലെയുള്ള സംഭവങ്ങൾ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ശാരീരിക അധ്വാനം ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഇടയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല, പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മലയാളിയുടെ കാൽപ്പനിക വീക്ഷണം എല്ലായ്പ്പോഴും കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണ്. പരിക്കുകൾ, രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, വന്യമൃഗങ്ങളുമായുള്ള കോൺഫ്ലിക്റ്റുകൾ എന്നിങ്ങനെ കഠിനമായ അവസ്ഥയായിരുന്നു അത്. എല്ലാവരും ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിച്ച ഒരു ഉട്ടോപ്യ ആയിരുന്നില്ല നമ്മുടെ ഭൂതകാലമെന്ന് ചരിത്രപരവും സാമൂഹികപരവുമായ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറാവണം. അവരെങ്കിലും ഈ കാൽപ്പനിക തള്ളലുകളിൽ നിന്നും രക്ഷപ്പെടട്ടെ. സമകാലിക കാലഘട്ടത്തിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി തന്നെയാണ്. വാക്സിനുകൾ, ആന്റിബയോട്ടിക്കുകൾ, മറ്റ് ചികിത്സകൾ, രോഗനിർണയ സംവിധാനങ്ങളുടെ മികവ് എന്നിവയൊക്കെയാണ് മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പൊതുജനാരോഗ്യ സംരംഭങ്ങൾ, ശുചിത്വ മെച്ചപ്പെടുത്തലുകൾ, ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പുതിയ പ്രവേശനം, ബിസിനസ്സുകൾ എന്നിവ ദീർഘായുസ്സിന് കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള 70-80 ഒക്കെ പ്രായം കഴിഞ്ഞവർ ചുരുങ്ങിയത് അവരുടെ 50 വയസ്സിന് ശേഷമെങ്കിലും ഈ ആധുനിക വൈദ്യശാസ്ത്ര സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കും. ഈ പുരോഗതികൾ പരിഗണിക്കാതെ ആധുനിക തലമുറകളുടെ ആരോഗ്യവും ദീർഘായുസ്സും പൂർവികരുടെ ആരോഗ്യവുമായി താരതമ്യം ചെയ്യുന്നത് സ്വാഭാവികമായും വലിയ മണ്ടത്തരമാണ്. ഒരാളുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ആയുർദൈർഘ്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പരിവർത്തനാത്മക സ്വാധീനം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ പൂർവികരുടെ ദീർഘായുസ്സിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ നിലനിർത്തുന്നതിൽ മാധ്യമങ്ങളും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ടെലിവിഷൻ ഷോകൾ, സിനിമകൾ, സാഹിത്യം എന്നിവ പലപ്പോഴും ഭൂതകാലത്തെ കാൽപ്പനികമാക്കുന്നു. ലാളിത്യത്തിന്റെയും ദീർഘായുസിന്റെയും കാലമായി ചിത്രീകരിക്കുന്നു. ഈ ചിത്രീകരണങ്ങൾക്ക് പൊതുജനധാരണയെ രൂപപ്പെടുത്താനും ഒപ്പം തെറ്റായ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്താനും കഴിയും. വാസ്തവത്തിൽ ആയുർദൈർഘ്യത്തെ സാരമായി ബാധിച്ച നിരവധി ആരോഗ്യ വെല്ലുവിളികൾ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നു. പരിമിതമായ അന്നത്തെ ചികിത്സാ സൗകര്യങ്ങൾ പോലും ജാതിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായിരുന്നില്ല എന്നുകൂടി ഓർക്കുക. സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനെ അംഗീകരിക്കാമെങ്കിലും ഇത്തരം അബദ്ധങ്ങളെ താലോലിക്കുകയും അതാണ് മഹത്തരമെന്ന് വിളിച്ചുകൂവുകയും ചെയ്യുന്നത് അപകടകരമാണ്. ചരിത്രരേഖകൾ, ജനസംഖ്യാ പഠനങ്ങൾ, പുരാവസ്തു തെളിവുകൾ എന്നിവ ഈ പുരാതന കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ നൽകുന്നുണ്ട്. അത്തരം രേഖകളിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അല്ലാതെ മാവേലി നാട് വാണിടും കാലം എന്നതുപോലുള്ള നാടൻ പാട്ടുകളിൽ നിന്നോ കീടനാശിനിയെ കുറിച്ച് ഓർത്ത് തേങ്ങുന്ന ആധുനിക കവിതകളിൽ നിന്നോ ആവരുത്.